എവിടെ പോകുന്നു? പപ്പ പോവുകയാണ്. അമ്മയും ഒരുപക്ഷെ അതായിരിക്കും ആഗ്രഹിക്കുന്നത്. ആര് പറഞ്ഞു? ഭ്രാന്തുണ്ടോ പപ്പയ്ക്ക്? ഞങ്ങളോട് അത്ര വെറുപ്പാണോ പപ്പയ്ക്ക്? വേറൊരാളെ കാണുമ്പോ വെറുക്കാനുള്ള അളവെ പപ്പ ഞങ്ങളെ സ്നേഹിച്ചിട്ടുള്ളൂ. പറ. ഇത്രയും കാലം പപ്പ ഞങ്ങളോട് കാണിച്ചിരുന്ന സ്നേഹമൊക്കെ വെറുതെ ആയിരുന്നോ? പക്ഷേ പപ്പ തെറ്റുകാരനാണ്. നിങ്ങൾക്ക് ഉൾക്കൊള്ളാനാകാത്ത തെറ്റ് ആണ്. ഞങ്ങൾക്കത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. ഞങ്ങളുടെ പപ്പ ഞങ്ങൾക്ക് മുമ്പ് മറ്റൊരാളുടെ ആണെന്ന് സമ്മതിക്കാനാവില്ല. അത് പപ്പയെ വെറുക്കുന്നോണ്ടല്ല, സ്നേഹിക്കുന്നതുകൊണ്ട്. മമ്മിക്ക് നല്ല സങ്കടമുണ്ട്. നിങ്ങൾ തമ്മില് കൂടുതൽ സംസാരം ഉണ്ടാകണ്ടെന്ന് കരുതി ഞാനാ പറഞ്ഞത് ഒന്ന് വീട്ടിൽ പൊയ്ക്കോളാൻ. നമുക്ക് മമ്മിയെ ചെന്ന് കൂട്ടാം, എന്നിട്ട് പോവാം പപ്പ. ഈ നാട്ടിൽ നിൽക്കണ്ട പപ്പ. വി ഡോണ്ട് ലൈക്ക് ഇറ്റ്. നിങ്ങളുടെ നിർബന്ധങ്ങളിൽ നിന്നും പപ്പ ഒരിക്കലും ഒഴിഞ്ഞു മാറിയിട്ടില്ല. പക്ഷേ തെറ്റുകാരനാണെങ്കിലും പപ്പയുടെ അവസ്ഥ മക്കൾ മനസ്സിലാക്കണം. പപ്പയുടെ മനസ്സൊന്ന് സ്വസ്ഥമാവണം. അതിനാ ഈ യാത്ര. പോയാലും പപ്പ ഈ നാട്ടിലേക്ക് തിരിച്ചു വരൂ. എന്നാ പിന്നെ എന്തിനാ പപ്പ പോകുന്നേ? പോവേണ്ടത് ഞങ്ങളല്ലേ? മോളെ, നോ പപ്പ, മാറി തരേണ്ടത് ഞങ്ങളാ. ഞങ്ങളുടെ കടമ ചെയ്യണ്ടേ? വാ സച്ചു. പപ്പ ഞങ്ങൾ ഇനി തിരക്കണ്ട, കാണാനും വരണ്ട. പപ്പയ്ക്ക് വേണ്ടല്ലോ ഞങ്ങള്. മോനെ, നിങ്ങള് പപ്പ പറ, പോകാനാണ് പപ്പയുടെ തീരുമാനമെങ്കിൽ അതിനു മുമ്പ് ഞങ്ങൾ ഇറങ്ങും. പപ്പ ഞങ്ങളെ വലിച്ചെറിയുന്നതിന് മുമ്പ് ഇറങ്ങിയെന്ന് സമാധാനിക്കല്ലോ. വാ സച്ചു. വണ്ടി നിർത്ത്. ഇവിടെ എവിടെയാ അയാളുടെ വീടെന്ന് ആരോടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കായിരുന്നു. ആരുടെ വീടാ അറിയേണ്ടത്? അത് അഡ്വക്കേറ്റ് രാമനാഥന്റെ. പള്ളിയുടെ തൊട്ടടുത്ത വീട്. ആ ശരി. പോട്ടെ സർ. എന്താ സാർ? ഏയ് ഒന്നുമില്ല. അഡ്വക്കേറ്റിന്റെ വീട്ടിലേക്കാണോ പോകേണ്ടത്? അല്ല, ചെമ്പേരിയിലേക്ക്. ഒരു വിധി പറയാനുണ്ട് എന്റെ മനസ്സിന്റെ കോടതിയിൽ. ആ പോകാം.
കമല, മുഖം തിരിക്കണ്ട. കമലയോട് ഒരു അനുവാദം ചോദിക്കാനാണ് ഞാൻ വന്നത്. എന്തിന്? സ്വയം സംരക്ഷിക്കാൻ എന്തെങ്കിലും മാർഗം കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഉണ്ടാവും. നിയമവും നിയമത്തിന്റെ മാർഗങ്ങളും നന്നായി അറിയുന്ന ആളല്ലേ? പക്ഷേ ഇപ്പോ എനിക്ക് അനുവാദം വേണ്ടത് എനിക്ക് രക്ഷപ്പെടാനല്ല, രക്ഷപ്പെടുത്താനാ. കമലയെയും ഉത്തരയെയും. എന്നിട്ട് എവിടേക്കെങ്കിലും നാട് കടത്തും. എന്നാലും ബുദ്ധിമുട്ടാ. ജീവിച്ചിരിക്കും. പകരം ചെമ്പേരി തമ്പുരാനോട് പറഞ്ഞാ മതി, കൊന്നോളും. അല്ല, കമലയുടെ ചേച്ചിയോട് ചോദിക്കേണ്ട വാക്കായത്. ഉത്തരയെ ഞാൻ സ്നേഹിച്ചോട്ടെ എന്ന്. മോളെ എന്ന് വിളിച്ചോട്ടെ എന്ന്. നല്ല വാക്കൊന്നും കേട്ടിട്ടില്ല അവള്. കൊതിപ്പിക്കരുത്. അല്ല, പ്രൗഢിയുള്ള ജസ്റ്റിസ് മാധവനല്ല, പ്രായശ്ചിത്തം ചെയ്യാൻ വന്ന അച്ഛൻ തന്നെയാ കമലയുടെ മുമ്പിൽ. സത്യം ജയിക്കുമെന്ന് ഉരുവിട്ട് പഠിച്ച എനിക്ക് ജീവിതം തന്ന ഏറ്റവും വലിയ തെളിവ്. ആത്മാവിൽ തൊട്ടാ ഞാൻ പറയുന്നത്. എന്റെ മോൾ അവള്. രക്ഷിക്കേണ്ടി മോളെ കൊണ്ടുപോയിക്കോളൂ അവളെ. നളിനി മക്കളും അവരംഗീകരിക്കുമോ? പെട്ടെന്നുണ്ടാവില്ല. അതുവരെ ഇനി ഉത്തരവിടെ നിൽക്കാനോ? മനസ്സിലെ തീരുമാനങ്ങൾ മണത്തറിയും തമ്പുരാൻ. ഈ മാറ്റവും അംഗീകരിക്കില്ല. ഇനി ജീവിക്കണ്ടേ അവള്? ജീവിക്കണം. കമലയിൽ കുറഞ്ഞൊന്നും നൽകിയാൽ അവൾ സന്തോഷിക്കില്ല. വേണ്ട. തമ്പുരാന്റെ ദേഷ്യം ഏറ്റുവാങ്ങാൻ ഞാനിവിടെ ഉണ്ടെങ്കിൽ ഒരുപാട് അനുഭവിക്കേണ്ടി വരില്ല അവള്. ഇത്രകാലം അനുഭവിച്ചില്ലേ കമല? ഇതെന്റെ കടമയാണ്. വരണം. ചെമ്പേരിയിലെ ബന്ധനങ്ങൾ പൊട്ടിച്ച് നിങ്ങൾ രണ്ടുപേരും ഇറങ്ങും. അവസ്ഥകൾ എനിക്കറിയാം. എന്നിട്ടും കരുണ കാണിച്ചില്ല എന്റെ മോളോട്. ഒരു പ്രാവശ്യം മോളെ എന്ന് വിളി കേട്ടാൽ അവള് വിശ്വസിക്കും സ്വർഗത്തിൽ നിൽക്കുന്നെന്ന്. കൂടെ ഇറക്കിവിടെ ഞാനിവിടെ ചത്തു വീഴേണ്ടി വന്നാലും എത്രയോ ദിവസമായി നെഞ്ചിനകത്തെ ഒരു വിങ്ങൽ ഇപ്പോഴാ ശാന്തമായത്. ഇതാണ് സത്യം, ഇതാണ് വിധി. കമല, ഞാൻ ഇറങ്ങാം.
ഇറങ്ങിക്കോ. എന്താ ഇത്? ഇറങ്ങിക്കോ മോളെ. കേറിച്ചല്ല. മമ്മി മോളെ മമ്മി അമ്മയോട് നാട് വിടാൻ നിന്റെ ആയിരുന്നു ഉപദേശമല്ലേ? അത് പേടിത്തൊണ്ടനായിരുന്നു ജസ്റ്റിസ്. ആ പാത മക്കള് പിന്തുടരണമെന്നില്ല. വായിക്കാൻ പപ്പ ഇറങ്ങിപ്പോവാൻ തുടങ്ങിയതാ, ഞങ്ങള് തടഞ്ഞു. നന്നായി. എന്നാ മോളകത്തേക്കല്ലേ. എന്താ എന്താ നളിനിയുടെ ഉദ്ദേശം? നിനക്ക് നിന്റെ മക്കൾക്ക് ഞാൻ വിലയൊന്നും കൽപ്പിച്ചിട്ടില്ലെങ്കിൽ എനിക്കിപ്പോ നിന്നെ വിളിക്കാൻ വരേണ്ട കാര്യമൊന്നുമില്ല. ആത്മഹത്യ ചെയ്യാൻ തോന്നിയ മണ്ടത്തിരുത്തിന്ന് അല്പം പാഠങ്ങൾ നീ പഠിച്ചു എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. എവിടെ? ഏത് നേരം ഓരോന്ന് പറഞ്ഞു. പറയരുത് മോളെ. വാക്കുകൾ കുറച്ച് ചെയ്യാനുള്ളത് ചെയ്യണം. ജസ്റ്റിസ് നാട് വിടാനുള്ള വഴി വേണമെങ്കിൽ എനിക്കറിയാം. പക്ഷേ അതല്ല മോളെ അതിന്റെ ശരി. നിങ്ങൾ ഇവിടുന്ന് മടങ്ങുകയാണെങ്കിൽ വന്നതുപോലെ ഇവിടെ വന്നിട്ടുണ്ടായ പ്രശ്നങ്ങളൊക്കെ ഇവിടെ തന്നെ കുഴിച്ചു മൂടിയിട്ട് വേണം മടങ്ങാൻ. തമ്പുരനല്ല നിസ്സാരമായിട്ടാ കാണുന്നത്. അതെ മോളെ, ഈ സൂര്യനെ കുറിച്ച് നമുക്ക് വെളിച്ചം തരാൻ വിധിക്കപ്പെട്ടവൻ എന്ന് വിശ്വസിക്കണം. അല്ലാതെ ഈ പ്രപഞ്ചത്തെ കത്തിച്ചു കളയാൻ ശേഷിയുള്ളവൻ എന്നൊന്നും പഠിക്കരുത്. അപ്പൊ കാര്യങ്ങൾ എളുപ്പമാവും മോളെ. ഇത് വെറും ഒരു ജസ്റ്റിസ് മാധവൻ നായരാ. അയാളുടെ മനസ്സൊന്ന് മാറണം, അത്രയല്ലേ ഉള്ളൂ. ഈ കുട്ടികൾ ശാഠ്യം പിടിക്കുമ്പോ ആവശ്യം വന്നാ ചൂടിലെടുക്കണം, ഒന്ന് ശിക്ഷിക്കണം. എനിക്ക് നിങ്ങളെല്ലാവരും കുട്ടികൾ തന്നെയാ, ശിക്ഷിക്കാനുള്ള അവകാശമുണ്ട്, ഇല്ലേ? എല്ലാവർക്കും വേദനിക്കാതിരിക്കാൻ ജസ്റ്റിസിനെ മാത്രം ഒന്നുണ്ടാ അതങ്ങ് ക്ഷമിക്കുക. വേണ്ട, തമ്പുരന്റെ രീതികൾ എനിക്കറിയാം. അങ്ങനെയൊന്നുമില്ല. തള്ള ചവിട്ടി ആ പിള്ളയ്ക്ക് കേടില്ല എന്ന് പണ്ടുള്ളവരും പറയും. അതിനെ നളിനി അങ്ങനെ കാണണ്ടു, അങ്ങനെ കാണാവൂ. ഇറങ്ങിപ്പോവാനൊന്നും ഇനി തീരുമാനം എടുക്കണ്ട. എന്റെ മോളെ, ചങ്കൂറ്റുള്ളവരെയാ ഈ ചെമ്പേരി തമ്പുരാൻ ഇഷ്ടം. മോള് കയറി ചെല്ല, ഞാൻ പോവാ. ചെല്ല.